Hello, good afternoon. Good afternoon, teacher. Good afternoon. Okay. നോക്കിയാ നിങ്ങള് പ്രിഫിക്സുകളൊക്കെ നോക്കിയോ? ഓരോന്നിന്റെ മീനിങ് ഒക്കെ നോക്കിയോ? Okay, teacher. ഓക്കെ. നമ്മള് എടുത്തു പറഞ്ഞ, അതായത് നോട്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് അതിന് ഒരു എക്സാമ്പിൾസ് കൂടി പഠിച്ചു വെക്കണോട്ടെ. എല്ലാത്തിനും ഇത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കുറച്ചൊക്കെ നിങ്ങളോട് അത് എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, എവിടെ വരെ നമ്മൾ എടുത്തു? ഓർമ്മയുണ്ടോ? 90. 90 വരെയുള്ള പ്രിഫിക്സുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. മസിൽസിന് നമ്മൾ ഉപയോഗിക്കുന്ന എന്താ പറയാ പ്രിഫിക്സ് ഏതാണ്? മസിൽസ് റിലേറ്റിംഗ് ടു മസിൽ. മസിലിനെ റിലേറ്റ് ചെയ്യുന്ന പ്രിഫിക്സ് ഏതാണെന്ന് പറയാമോ? MY/O. MY/O ആണ് അല്ലെ. MY/O മസിൽസിന്റേത് അതാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പഠിക്കാം. ചിലപ്പോ നമുക്ക് തന്നിരിക്കുന്നത് എന്താ പറയാ, നമുക്ക് പ്രിഫിക്സ് തരും, അതിന്റെ മീനിങ് ആയിരിക്കും ചോദിക്കുക. അല്ല എങ്കിൽ മീനിങ് തരും, ആ മീനിങ്ങിന് എന്താ പറയാ മീനിങ്ങിന് ആപ്റ്റ് ആയിട്ടുള്ള പ്രിഫിക്സ് ഏതാണ് എന്നാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ അത് രണ്ടും പഠിച്ചു വെക്കണം. ഹൈപ്പറിന്റെ മീനിങ് എന്താ? ഹൈപ്പർ കൂടുതൽ. അതെ, ഓവർ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. സൂപ്പർഫ്ലുവസ് എന്ന് പറഞ്ഞാൽ ഓവർ ആകുക, കൂടുതൽ, അധികമാകുക എന്നൊക്കെയാണ്. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ. എന്താണത്? ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ അല്ലെ. ഹൈപ്പർ വെന്റിലേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് രണ്ടും ഹൈപ്പർ എന്ന് പറയുന്ന പ്രിഫിക്സ് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്. മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്സാമ്പിൾ ആണ്. മോണോന്റെ മീനിങ് എന്താണ്? സിംഗിൾ അല്ലെ. മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ ആണ്. അത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മോണോ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഒഫ്താൽം എന്താണ്? റിലേറ്റിംഗ് ടു ഐ ആണ്. അത് ആ പ്രിഫിക്സ് ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ഏതായിരിക്കും? ഒഫ്താൽ എന്താണ് പറയും? ഒഫ്താൽ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ടെർമിനോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, എക്സാമ്പിൾ ഒഫ്താൽമോളജിസ്റ്റ് അല്ലെ. ഒഫ്താൽമോളജിസ്റ്റ് എന്ന് വെച്ചാൽ വൺ ഹു ഈസ് റിലേറ്റഡ് ടു ദ ട്രീറ്റ്മെന്റ് ഓഫ് ഐ അല്ലെ. ആരാണോ ഐ എന്ന് പറയുന്ന ഐയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഐക്ക് വരുന്ന ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചികിത്സിക്കുന്ന സ്പെഷ്യലിസ്റ്റിനെയാണ് നമ്മൾ ഒഫ്താൽമോളജിസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും 90 വരെയുള്ള പ്രിഫിക്സുകളാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടത്. അതൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ഒക്കെ ഒന്ന് വായിച്ചൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് ഏതാണ്? ഇനി വെക്കാം.
ഓക്കെ, അടുത്തത് പാര. ബിസൈഡ് എന്നാണ് അർത്ഥം. പാര മീൻസ് ബിസൈഡ്, അടുത്ത്. അതിന് അല്ലെങ്കിൽ അലോങ് സൈഡ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. പാര നമ്മളത് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പാര എന്ന് പറയുന്നതിന് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ടേം എന്താണെന്ന് നമുക്ക് നോക്കാം. അതൊന്ന് എഴുതി വെച്ചേക്കാട്ടോ. നിങ്ങളതൊന്ന് എടുത്തു പറയുന്നത് അതൊന്ന് നോട്ട് ചെയ്യണം നിർബന്ധമായിട്ടും. അതിന്റെ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്യാം. പാരാതൈറോയിഡ് ഗ്ലാൻഡ്, അതാണ് കേട്ടാ. PARA. അതിന്റെ മീനിങ് ബിസൈഡ് അല്ലെങ്കിൽ അലോങ് സൈഡ് എന്നൊക്കെ ഉണ്ട്. അലോങ് സൈഡ്, ALONGSIDE, അലോങ് സൈഡ്. അതിനുപയോഗിക്കുന്ന മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് എഴുതിയോ? ഓക്കെ, പറഞ്ഞു പോകുമ്പോ തന്നെ അങ്ങോട്ട് എഴുതി പോകുക കേട്ടോ. നമുക്ക് ലാസ്റ്റ് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. അടുത്തത് ഏതാ? പാത്തോ. പാത്ത് അത് /O ആണ്. പാത്തോ എന്ന് പറയുന്നത് എന്താണ്? എന്ത് റിലേറ്റഡ് ആണ്? ഏതെങ്കിലും ഡിസീസ്, രോഗവുമായി ബന്ധപ്പെട്ടതാണ് പാത്തോ. പാത്തോനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പാത്തോളജിസ്റ്റ്. പാത്തോളജിസ്റ്റ് ഏതെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട പഠനമാണ് പാത്തോളജി. പാത്തോളജിസ്റ്റ് എന്നാണ് അതിനുപയോഗിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ. പാത്തോളജിസ്റ്റ് എഴുതി വെക്കാം. എന്താണ് പാത്തോളജിസ്റ്റ് എന്നും കൂടി അവിടെ നോട്ട് ചെയ്യാം നിങ്ങള്. എ ഡോക്ടർ ഹു ഹാസ് സ്പെഷ്യൽ ട്രെയിനിങ് ഇൻ ഐഡന്റിഫൈയിങ് ഡിസീസസ്, അത്ര എഴുതിയാൽ മതി. എ ഡോക്ടർ ഹു ഹാസ് സ്പെഷ്യൽ ട്രെയിനിങ് ഇൻ ഐഡന്റിഫൈയിങ് ഡിസീസസ്. സ്ക്രീനിൽ നോക്കി ആൻസർ അല്ല അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഫുൾ എഴുതണമെന്നില്ല. എ ഡോക്ടർ ഹു ഹാസ് സ്പെഷ്യൽ ട്രെയിനിങ് ഇൻ ഐഡന്റിഫൈയിങ് ഡിസീസസ്. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? സെൽസിനെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിലപ്പോ മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നോക്കി വിശദമായ പഠനങ്ങളൊക്കെ നടത്തി അതെന്ത് രോഗമാണ്, ആ രോഗത്തിന്റെ കാര്യം എന്താണ്, കാരണം എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്ന ഡോക്ടറിനെയാണ് നമ്മൾ പാത്തോളജിസ്റ്റ് എന്ന് വിളിക്കുക. പാത്തോളജിസ്റ്റ് വിച്ച് ഈസ് റിലേറ്റിംഗ് ടു ഡിസീസ്. എഴുതിയോ? ഓക്കെ, അടുത്തത് PER, പെർ. ത്രൂ എന്നാണ്. പെർ എന്ന് പറയുന്നത് ത്രൂ, അതിന്റെ അർത്ഥം മാത്രം പഠിച്ചാൽ മതി. അടുത്തത് പെരികാർഡിയം എന്ന് കേട്ടോ. പെരികാർഡിയം എഴുതി വെച്ചേക്കാട്ടോ. അതിന്റെ എക്സാമ്പിൾ പെരി എന്ന് പറയുന്നതിന്റെ മീനിങ് അറൌണ്ട് എന്നാണ്. PERI, പെരി, അറൌണ്ട്. പെരികാർഡിയം ആണ് അതിന് ഉപയോഗിക്കുന്ന എക്സാമ്പിൾ. പെരികാർഡിയം. എന്താണ് പെരികാർഡിയം എന്ന് നോക്കാം. മെംബ്രെയിൻ ദാറ്റ് സെപ്പറേറ്റ്സ് ദ ഹാർട്ട് ഫ്രം അതർ mediastinal structures. Pericardium, membrane that separates heart. Try there madi short ആയിട്ട് full ഒന്നും എഴുതണ്ട. membrane that separates heart, അതാണ് പെരികാർഡിയം. അതിന്റെ മീനിങ് അറൌണ്ട് എന്നാണ്. ഓക്കെ, അടുത്തത് ഏതാ? PHAG/O, ഫാഗ്. PHAG which is relating to eat, ഭക്ഷണം, അതായത് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഫാഗ്. PHAG അതിന്റെ മീനിങ് മാത്രം പഠിച്ചാൽ മതി. അടുത്തത് ഫാരിങ്. PHARYNG/O, ഫാരിങ് which is related to throat or pharynx ആണ് കേട്ടോ. അതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ടത് pharynx/O. ഓക്കെ, അടുത്തത് ഫ്ലബ്. FLEB/O, ഫ്ലബ്. ഇത് നമ്മള് പറഞ്ഞിട്ടുണ്ട് എവിടെയോ, ഓർക്കണ്ടോ? FLEB അത് പ്രിഫിക്സ് ആയിട്ട് വരുന്ന ഒരു വേർഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്ലബോട്ടമിസ്റ്റ്. വെരി ഗുഡ്. ഫ്ലബോട്ടമിസ്റ്റ് ആണ് കേട്ടാ. ഫ്ലബോട്ടമിസ്റ്റ് ആരാ? ഫ്ലബോട്ടമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ പറഞ്ഞായിരുന്നു അന്നേരം. Who collects the sample of the laboratory services എടുത്തപ്പോ അത് തന്നെ. The person who collects the blood or fluids from the body, അല്ലെ? ചെക്ക് ചെയ്യാൻ വേണ്ടി, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മുടെ വെയിനിൽ കൂടിയൊക്കെ ഇങ്ങനെ എടുക്കുന്ന ആളെയാണ് ഫ്ലബോട്ടമിസ്റ്റ് എന്ന് വിളിക്കുക. അതുകൊണ്ടാണ് റിലേറ്റിംഗ് ടു വെയിൻ എന്ന് പറഞ്ഞേക്കണേ.
വെയിനുമായി ബന്ധപ്പെട്ടതാണ് ഫ്ലെബോട്ടമിസ്റ്റ്. വെയിനിൽ കൂടിയാണല്ലോ നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് എടുക്കുന്ന ആള്. അപ്പൊ അദ്ദേഹം ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഒക്കെ കിട്ടിയ ആളായിരിക്കണം. ഫ്ലെബോട്ടമിസ്റ്റ് ആണ് അതിന്റെ വേർഡ് മീനിങ്. ഫ്ലെബോട്ടമിസ്റ്റ്. അറിയാവുന്ന കാര്യമാണ് ഫ്ലെബോട്ടമിസ്റ്റ്, അതുകൊണ്ട് പിന്നെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് നേരത്തെ അറിയാം. അതിന്റെ എക്സാമ്പിൾ എഴുതി വെക്കണം. ഫ്ലെബോട്ടമിസ്റ്റ് എന്ന് എഴുതി വെക്കാം. അടുത്തത് മീനിങ് എന്താണ് ഫ്ലെബോട്ടമിസ്റ്റ്, അല്ലെങ്കിൽ ആരാണെന്ന് എഴുതണമെങ്കിൽ വേണമെങ്കിൽ എഴുതിക്കോട്ടെ. മെഡിക്കൽ പ്രൊഫഷണൽ ട്രെയിൻഡ് ടു ഡ്രോ ബ്ലഡ്. മെഡിക്കൽ പ്രൊഫഷണൽ ട്രെയിൻഡ് ടു ഡ്രോ ബ്ലഡ്. ബ്ലഡ് എടുക്കാനായിട്ട് പ്രൊഫഷണലി എന്താ പറയാ ട്രെയിൻ ചെയ്ത പരിശീലനം കിട്ടിയ ആളെയാണ് നമ്മൾ ഫ്ലെബോട്ടമിസ്റ്റ് എന്ന് വിളിക്കുക. ഫ്ലെബോട്ടമിസ്റ്റ്. അടുത്തത് പെനും /o റിലേറ്റിംഗ് ടു ലങ്സ് ഓർ എയർ ഓർ റെസ്പിറേഷൻ. നമ്മുടെ ശ്വാസം, ലങ്സ്, എയർ, റെസ്പിറേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഉപയോഗിക്കുന്ന എക്സാമ്പിൾ എന്താണെന്നറിയാമോ? ഈ ലങ്സുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ അതിന് ഉപയോഗിക്കുന്ന വേർഡ് ഇതാണ്. സ്പെല്ലിങ്ങില് വ്യത്യാസമൊന്നുമില്ലല്ലോ. സ്പെല്ലിങ്ങിൽ ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടാ. ഓക്കെ. ന്യൂമോണിയ. ന്യൂമോണിയ ആണ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള രോഗം എന്ന് പറയുന്നത്. ന്യൂമോണിയ ലങ്സ്, എയർ, റെസ്പിറേഷൻ ഇവയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിന് വന്നിരിക്കുന്ന പേര് ഇതാണ്. എക്സാമ്പിൾ ന്യൂമോണിയ. PNEUM എന്നാണ് അവിടെ എഴുതിയേക്കണ. സ്പെല്ലിങ്ങിൽ ഒരു തെറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇയും എന്നും മാറിപ്പോയി. ഒന്ന് തിരുത്തി എഴുതാ നിങ്ങള്. വിച്ച് ഈസ് റിലേറ്റഡ് ടു ലങ്സ്, എയർ ഓർ റെസ്പിറേഷൻ. ന്യൂമോണിയ ആണ് എക്സാമ്പിൾ അതിന്. ന്യൂമോണിയയുടെ സ്പെല്ലിംഗ് അറിയാലോ? Inflammation of lungs in which the alveoli are filled with fluid. ഈ ആൽവലോയി എന്ന് പറഞ്ഞ ഒരു തരം എയർ സാക്സ് ആണ്, വായു അറകളാണ്. അതിനകത്ത് നിറച്ച് എന്താ പറയാ എന്തെങ്കിലും ഫ്ലൂയിഡ് നിറയുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് വിളിക്കുക. ആൽവലോയി മീൻസ് ടൈനി എയർ സാക്സ്, അതില് ഫ്ലൂയിഡ് നിറയുന്ന അവസ്ഥ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ന്യൂമോണിയ. അടുത്ത വേർഡ് ഏതാ? പോളി. POLY. പോളി മീൻസ് മൾട്ടി. മൾട്ടി എന്നർത്ഥമുണ്ട്. കൂടാതെ വേരിയസ് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. കൂടുതലുള്ളത്, ക്വാണ്ടിറ്റിയിൽ കൂടുതലുള്ളതാണ് മൾട്ടി. മെനി, എക്സസീവ് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടാ. നമ്മൾ അത്രയും മാത്രം പഠിച്ചാൽ മതി. മീനിങ് മാത്രം. പോളി. അതുപോലെ തന്നെ പോസ്റ്റ് ആഫ്റ്റർ അല്ലെങ്കിൽ ബിഹൈൻഡ് എന്നർത്ഥം. പോസ്റ്റ് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. പോസ്റ്റ് പാർട്ടം കേട്ടോ? പോസ്റ്റ് പാർട്ടം അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. പോസ്റ്റ് പാർട്ടം എന്താ കേട്ടിട്ടില്ല? പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചൈൽഡ് ബർത്ത് കഴിഞ്ഞ്, അതായത് കുട്ടി ഉണ്ടായതിനു ശേഷം ഉണ്ടാകുന്ന തൊട്ടടുത്ത ഇമീഡിയറ്റ് ആയിട്ടുള്ള 6 weeks പീരീഡിനെയാണ് പോസ്റ്റ് പാർട്ടം പീരീഡ് എന്ന് വിളിക്കുക കേട്ടാ. പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്ന വാക്ക് അതിൽ നിന്നുണ്ടായത്. ആഫ്റ്റർ, ബിഹൈൻഡ് കണ്ടോ, കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ബർത്തിന് കഴിഞ്ഞിട്ട് 6 weeks, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 6 weeksനെ പറയുന്ന അതിന്റെ തൊട്ടടുത്ത് വരുന്ന 6 ആഴ്ചകളെയാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം എന്ന് വിളിക്കുക. ഒന്ന് എഴുതി വെക്കുക. പോസ്റ്റ് ചേർന്ന് വരുന്ന, പ്രിഫിക്സ് ചേർന്ന് വരുന്ന വേർഡ് എക്സാമ്പിൾ പോസ്റ്റ് പാർട്ടം ആണ്. പോസ്റ്റ് പാർട്ടം. എന്റെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെച്ചേക്ക് എന്താണ് പോസ്റ്റ് പാർട്ടം എന്ന് എഴുതാട്ടാ. 6 weeks ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. ഒന്ന് എഴുതി വെക്കുക. 6 weeks ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. 6 weeks ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ചൈൽഡ് ബർത്ത്.
പോസ്റ്റ് എന്ന് പറയുന്ന പ്രിഫിക്സ് അതിന്റെ മീനിങ് ആഫ്റ്റർ അല്ലെങ്കിൽ ബിഹൈൻഡ് എന്നാണ്. അപ്പൊ തന്നെ ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ഓർക്കുക അത് 6 weeks ആഫ്റ്റർ ആണ്. കഴിഞ്ഞിട്ടാണ് മുമ്പുള്ളതല്ല, കഴിഞ്ഞിട്ട് ചൈൽഡ് ബർത്തിന് ശേഷമുള്ള തുടർച്ചയായ 6 ആഴ്ചകളെയാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം പീരീഡ് എന്ന് വിളിക്കുക. പോസ്റ്റ് പാർട്ടം ആണ് അതിന് ഉപയോഗിക്കുന്ന എക്സാമ്പിൾ. ക്ലിയർ ആയോ? കൂടുതൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ മനസ്സിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ തന്നെ പറഞ്ഞു തരാനും പഠിക്കാനും പറ്റുള്ളൂ. നമ്മൾ ഇങ്ങനെ ഓരോന്നെടുത്ത് പഠിക്കണം, അല്ലാതെ എന്താ പറയാ അത് വേറെ രീതിയൊന്നുമില്ല നമുക്ക് ഇതിന് പഠിക്കാനായിട്ട്. അടുത്തത് പ്രീ മീൻസ് എന്താണ്? പ്രീ ബിഫോർ അല്ലെ, പ്രീ പ്രൈമറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ബിഫോർ അതങ്ങനെ പഠിച്ചാൽ മതി. പ്രോ അതുപോലെ തന്നെ പ്രോ ബിഫോർ, അതുപോലെ തന്നെ ഇൻ ഫ്രണ്ട് ഓഫ് എന്നൊക്കെ ഉണ്ട്. പ്രോ ഈ പ്രീക്ക് വേണമെങ്കിൽ നമുക്കൊരു ഇത് കൊടുക്കാം, പ്രീ ക്യാൻസറസ് എന്നാണ് അതിനൊരു ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേർഡ്, പ്രീ ക്യാൻസറസ്. പ്രീ എന്നുള്ളതിന് പ്രീ ക്യാൻസറസ് എന്ന് പറയുന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രീ ക്യാൻസറസ് അർത്ഥം ഇതാണ്, which is a term used to describe a condition that may for likely to become a cancer. അതായത് ക്യാൻസർ ആകാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനെയാണ് പ്രീ ക്യാൻസറസ് എന്ന് വിളിക്കാം. പ്രീ ക്യാൻസറസ്, പ്രീ എന്നുള്ളതിന്റെ മുമ്പില് ക്യാൻസറസ് എന്ന് പറയുന്ന വാക്കുകൂടി ചേർക്കുമ്പോൾ പ്രീ ക്യാൻസറസ്, അതായത് പ്രിഫിക്സ് പ്രീ ആണ്. പ്രീ ക്യാൻസറസ് മീനിങ് ഇതാണ്, വിച്ച് ഈസ് ലൈക്ലി ടു ബി എ ക്യാൻസർ, അതായത് ക്യാൻസർ ആകാൻ സാധ്യതയുള്ളത്. ഇപ്പൊ ചിലപ്പോ എന്താ പറയാ ചില മുഴകളും തടിപ്പുകളും ഒക്കെ കാണുമ്പോൾ അത് എടുത്തിട്ട് എന്താ പറയാ അത് ടെസ്റ്റിങ്ങിന് വേണ്ടി അയക്കും. ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് നമ്മൾ ആ ടെസ്റ്റിന് എന്ത് വിളിക്കും? എന്തോ ഒരു പേര് പറയുമല്ലോ, എന്താ പറയാ അറിയില്ല ആർക്കും? ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒക്കെ ചില തടിപ്പുകളോ മുഴകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് അയക്കും അല്ലെ, ചെയ്തിട്ട് എടുത്ത് അയക്കും. എന്താ അത്? മമോഗ്രാം. ആ ഒരു സംഭവം അവിടുന്ന് റിമൂവ് ചെയ്ത് എടുത്തിട്ട് ടെസ്റ്റിന് വേണ്ടി അയക്കുന്നതിന് എന്ത് വിളിക്കാം? അറിയില്ല ടീച്ചർ. ബയോപ്സി ആണ്, ബയോപ്സി. അതാണ് കേട്ടോ, ബയോപ്സിക്ക് അയക്കുക. അതിന്റെ റിസൾട്ട് നോക്കിയിട്ടാണ് ചിലതൊക്കെ കുഴപ്പമൊന്നുമില്ലാത്തതായിരിക്കും, വെറുതെ സാധാ വരുന്ന ചില അബ്നോർമൽ ഗ്രോത്തുകളായിരിക്കാം. പക്ഷെ ചിലത് അതിന് ചാൻസ് ഉണ്ട്. അപ്പൊ ചാൻസ് ഒക്കെ ഉള്ളത് തീർച്ചയായിട്ടും അവരത് ടെസ്റ്റിന് വേണ്ടി അയക്കും. അതിന്റെ ഗ്രോത്തിന്റെ അളവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് അയക്കുക. അപ്പൊ പ്രീ ക്യാൻസറസ് മീൻസ് അത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നതാണ്. അപ്പൊ പ്രീ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് നമ്മൾ അതിനു വേണ്ടി ചേർക്കുക. ബിഫോർ. പ്രോ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇൻ ഫ്രണ്ട് ഓഫ് അല്ലെങ്കിൽ എന്താ പറയാ ബിഫോർ എന്ന് തന്നെ മീനിങ് ഉണ്ട് അതിനും. അപ്പൊ അതിന് രണ്ടും ഒരേപോലെ മീനിങ് ഉള്ളതാണ്, അതുകൂടി ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഒരേപോലത്തെ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അടുത്തത് പ്രോക്ട്, PROCT/O ഉണ്ട്, റിലേറ്റിംഗ് ടു റെക്ടം ആണ്. റെക്ടവുമായി ബന്ധപ്പെട്ടത് അങ്ങനെ പഠിച്ചാൽ മതി. അടുത്തത് സ്യൂഡോ, PSEUD/O, സ്യൂഡോ എന്നതിന്റെ മീനിങ് എന്താണ്? അവിടെ എഴുതിയേക്കുന്ന മീനിങ് തെറ്റാണ്, ഫേക്ക് എന്നാണ് കേട്ടോ വരേണ്ടത്. ടേക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, സ്പെല്ലിംഗ് മാറിപ്പോയതാ. FAKE, എഫ് ആക്കുക കേട്ടാ. ഫേക്ക് ആണ്, അല്ലെങ്കിൽ ഫോൾസ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഫോൾസ് അല്ലെങ്കിൽ ഫേക്ക്. സ്യൂഡോ ചേർത്ത്, സ്യൂഡോ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്ത് ഏതെങ്കിലും വാക്ക് പരിചയമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ആരും കേട്ടിട്ടില്ല. സ്യൂഡോ സയൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്യൂഡോ സയൻസ് എന്ന് കേട്ടിട്ടില്ലേ? സ്യൂഡോ സയൻസ് എന്ന് പറയുന്നുണ്ട്, അതായത് ഫോൾസ് ആയിട്ടുള്ള ശാസ്ത്രം. അതായത് എന്താ പറയാ ചില ശാസ്ത്രങ്ങളായാൽ പോലും എല്ലാം ശരിയാകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലതൊക്കെ നമുക്ക് വീണ്ടും എന്താ പറയാ പണിപ്പുരയിൽ എന്നൊക്കെ പറയില്ലേ, എല്ലാത്തിനും ശരിയായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് കിട്ടാത്ത ചില സംഗതികളൊക്കെ ഉണ്ടാവുമല്ലോ, അത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഫോൾസ് ആണ് അതിന്റെ അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ ഫേക്ക് എന്ന് വിളിക്കാം. സ്യൂഡോ സയൻസ്, അല്ലെങ്കിൽ ഇവിടെ ഒരു വേറെ വാക്കുണ്ട്, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് അല്ലെങ്കിൽ സ്യൂഡോ സയൻസ്. ഇവിടെ നമുക്ക് എന്താ പറയാ മെഡിക്കൽ സയൻസിൽ നമുക്ക് ഇവിടെ ഇത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ്. മീനിങ് അവിടെ പറഞ്ഞിട്ടുണ്ട്, ടിഷ്യൂ വിത്ത് സിംഗിൾ ലെയർ ഓഫ് ഇറഗുലർലി ഷേപ്ഡ് സെൽസ് ആണ് കേട്ടാ.
അതായത് ഒറ്റ ലെയർ ഉള്ളൂ, സിംഗിൾ ലെയർ ആണ്, പക്ഷെ നമുക്ക് തോന്നും അത് കുറെ ലെയർ ഉണ്ടെന്ന്. അതാണ് ഉദ്ദേശിക്കുന്നത്. ടിഷ്യൂ വിത്ത് സിംഗിൾ ലെയർ ഓഫ് ഇറഗുലർലി ഷേപ്ഡ് സെൽസ്. ഇറഗുലർ ആയിട്ടുള്ള സെല്ലുകളാണ്, അത് ഒരു സെല്ലേ ഉള്ളൂ, പക്ഷെ വിച്ച് നമുക്ക് തോന്നും, അതിന്റെ അപ്പിയറൻസ് കാണുമ്പോൾ തോന്നും ദർ ആർ മെനി സെൽസ്, അതിന് ഒരുപാട് സെൽസ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ. അതാണ് ആ സ്യൂഡോ എന്ന വാക്ക് അവിടെ ഉപയോഗിക്കാനുള്ള കാരണം. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് ആണ് അതിന് ഉപയോഗിക്കുന്ന എക്സാമ്പിള്. അതിന്റെ മീനിങ് ഒന്ന് എഴുതി വെച്ചേക്കാം. ടിഷ്യൂ വിത്ത് സിംഗിൾ ലെയർ, ടിഷ്യൂ വിത്ത് സിംഗിൾ ലെയർ ഓഫ് ഇറഗുലർലി ഷേപ്ഡ് സെൽസ്. അത്രയും എഴുതിയാൽ മതി. ഷേപ്ഡ് സെൽസ്, ഇറഗുലർലി ഷേപ്ഡ് സെൽസ്. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ടത് ഒരെണ്ണം കൂടി ഉള്ളൂ. അതിനു മുമ്പ് എവിടെയൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സൈക്കോ, PSYCH/O, റിലേറ്റിംഗ് ടു ദ മൈൻഡ്. മൈൻഡ് മാറുന്നതുമായിട്ട് നമുക്ക് അറിയാലോ. സൈക്കോളജിസ്റ്റ് അല്ലെ, സൈക്കോളജിസ്റ്റ്, സൈക്കോളജി, അതൊക്കെ നമുക്ക് ഓർത്ത് പറയാവുന്ന കാര്യം തന്നെയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളത് പഠിച്ചു വെക്കണമെന്ന് നിർബന്ധമില്ല. അറിയാം നിങ്ങൾക്ക്, അത് എഴുതണമെന്ന് നിർബന്ധമില്ല. സൈക്കോളജിസ്റ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക. റിലേറ്റിംഗ് ടു മൈൻഡ് ആണ്. മൈൻഡ് വായിക്കാനൊക്കെ കഴിവുള്ള, അതായത് ആളുകളുടെ മൈൻഡ് നോക്കി വായിച്ച് മനസ്സിലാക്കി. ചില ആളുകൾ അബ്നോർമൽ മൈൻഡ് ഒക്കെ ആയി പോകുമ്പോൾ അവരുടെ മനസ്സിൽ എന്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു എന്ന് അവരുടെ മനസ്സിനെ അവരോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു മറിഞ്ഞുമൊക്കെ റീഡ് ചെയ്ത് ആളുകളുടെ അത്തരം ചികിത്സകളൊക്കെ കൊടുക്കുന്ന ആളുകളാണ് സൈക്കോളജിസ്റ്റ്. അപ്പൊ സൈക്കോളജിസ്റ്റ് ആണ് അതിന് ഉപയോഗിക്കുന്ന വേർഡ്. അടുത്ത പൽം, PULM/O, പൽമോളജിസ്റ്റ് അല്ലെ. അതെന്താണ്? പൽമനോളജിസ്റ്റ്, അതായത് റിലേറ്റിംഗ് ടു ലങ്സ് ആണ്. ലങ്സുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ നമുക്കറിയാനും പറ്റും പൽമനോളജിസ്റ്റ്. നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം. അടുത്ത PUR, അതായത് റിലേറ്റിംഗ് ടു PUR അവിടെ നിൽക്കട്ടെ കേട്ടോ. അത് പ്രിഫിക്സിന്റെ ലെറ്റർ തെറ്റാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അടുത്തത് എന്താണ്? PYEL, പൈലോ, പെയൽ, അതുപോലെ തന്നെ /O ആണ്. പൈലോ, റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ്. പെൽവിസ് അല്ലെങ്കിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ടതാണ് PYEL എന്ന് പറയുന്നത്. പൈലോ, അങ്ങനെയാണ് കേട്ടോ അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് വേണ്ടതാണ് മറ്റേ PUR പോലെ തന്നെ PY/O, അതും റിലേറ്റിംഗ് ടു പസ് തന്നെയാണ്. അതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. അത് R ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അടുത്തത് QUADR, അതുപോലെ തന്നെ QUAR, അതുപോലെ QUAT, ഇതൊക്കെ 4. ക്വാഡ്രി എന്ന് പറഞ്ഞാൽ തന്നെ 4 എന്നാണ് അർത്ഥം. അതുകൊണ്ട് അത് മൂന്നും ഒരേപോലത്തെ ആയതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. QUARD, ക്വാഡ്രിസെപ്സ് ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ക്വാഡ്രിസെപ്സ്, QUADRICEPS, ഒന്ന് എഴുതി വെക്കാം. QUADRICEPS, ക്വാഡ്രിസെപ്സ് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ക്വാഡ്രിസെപ്സ്. ക്വാഡ്രിസെപ്സ് അത് എന്താന്ന് പറഞ്ഞേക്കാം. അവിടെ ഒന്ന് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാന്ന് പറയാം. നമ്മുടെ ഈ തൈയില്ലേ, നമ്മുടെ തുടയുടെ അവിടെ ഉണ്ടാകുന്ന ഒരു 4 സെറ്റ് ഓഫ് മസിൽസിനെയാണ് അതിന് വിളിക്കുക. അങ്ങനെ അതാണ് ക്വാഡ്രിസെപ്പ് എന്ന് വിളിക്കുക. ക്വാഡ്രി മീൻസ് 4 തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈ തൈയിലുള്ള തുടയിലുള്ള മസിൽസ് ആണ്, 4 മസിൽസ് ആണ് കേട്ടാ. ഗ്രൂപ്പ് ഓഫ് 4 മസിൽസ് ലൊക്കേറ്റഡ് അറ്റ് ദ തൈ എന്ന് എഴുതാം. Group of 4 muscles located at the thigh, THIGH, thigh. അത് മൂന്നിനും ഒരേ മീനിങ് തന്നെയാണ്. QUADR എന്നാകാം, QUAR ആകാം, QUAT ആകാം. 4 എന്നാണ് മീനിങ്.
ഓക്കെ, അടുത്തത് ഏതാന്ന് നോക്കിയേ, റെട്രോ, RETR/O, റെട്രോ. ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ് എന്ന മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ തിൻ, അതൊക്കെ ആ വാക്ക് ഉപയോഗിച്ചാൽ മതി. RHIN, റിൻ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു നോസ് ആണ്. റിനോസ്കോപ്പ് ആണ് അതിന് ഉപയോഗിക്കുന്ന എക്സാമ്പിൾ കേട്ടാ. റിനോസ്കോപ്പ്, RHINOSCOPE, റിനോസ്കോപ്പ് എഴുതാം. റിനോസ്കോപ്പ് എന്താണെന്ന് കൂടി എഴുതി വെച്ചേക്കാം കേട്ടോ. തിൻ ട്യൂബ് ടു എക്സാമിൻ നോസ്, അതായത് മൂക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൂക്കുമായി ബന്ധപ്പെട്ട നമ്മളുടെ നോസിന്റെ ഉള്ളിൽ വരുന്ന ഏതെങ്കിലും പാർട്സ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് പ്രദേശം വളരുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ചെറിയ ട്യൂബാണ്, തിന്നാണ്, ഭയങ്കര നേരത്തെ ഒരു തിന്നായിട്ടൊരു ട്യൂബാണ്. അതിന്റെ അകത്തൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. പല ട്രീറ്റ്മെന്റുകൾ നടത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനോ നോക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ട്യൂബിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിനോസ്കോപ്പ് എന്ന് വിളിക്കാം. അടുത്തത് സ്ലീപ്പിംഗ്/O ആണ്, റിലേറ്റിംഗ് ടു ട്യൂബ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. റിലേറ്റിംഗ് ടു ട്യൂബ്, സ്ലീപ്പിംഗ് എന്ന് പറയും. നമ്മളിപ്പോ ഇതിനകത്ത് എടുത്തു പറയേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ചില വേർഡ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രണ്ണം പറഞ്ഞേക്കണേന്ന് അറിയാമോ? 1, 2, 3, 10 എണ്ണമാണ് ഈ പേജിൽ ഞാൻ പറഞ്ഞത് അല്ലെ. ഒന്ന് നോക്കി നിങ്ങള്, 10 എണ്ണത്തിന്റെ എക്സ്പ്ലനേഷൻ, അത് എന്താ പറയാ, എക്സാമ്പിൾ സഹിതം പഠിക്കേണ്ടത് 10 എണ്ണമാണ് പറഞ്ഞത്. ആണോ? ഒന്ന് നോക്കിയേ. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എഴുതാത്തുണ്ടെങ്കിൽ അത് പറയണം, എന്നിട്ട് അടുത്ത പേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഉണ്ടോ? എക്സാമ്പിൾ പറഞ്ഞത് 10 ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ പറയാം ഒന്നുകൂടി ഏതിന്റെയൊക്കെ പറഞ്ഞെന്ന്. പാരാതൈറോയിഡ് ഗ്ലാൻഡ്, പാരയുടെ പറഞ്ഞു. അടുത്ത പാത്തോളജിസ്റ്റ് പറഞ്ഞു. അടുത്ത പെരികാർഡിയം അത് പറഞ്ഞു. പിന്നെ ഫ്ലെബോട്ടമിസ്റ്റ് അത് പറഞ്ഞു. ന്യൂമോണിയ അത് പറഞ്ഞു. പിന്നെ പോസ്റ്റ് പാർട്ടം അത് പറഞ്ഞു. പ്രീ ക്യാൻസറസ് അത് പറഞ്ഞു. പിന്നെ സ്യൂഡോയില് ഫാൾസ് അല്ലെങ്കിൽ ഫേക്ക്, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് അത് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ക്വാഡ്, അതുപോലെ എന്താ പറയാ, QUAR ഒക്കെ വരുന്നതാണ്. ക്വാഡ്രിസെപ്സ് അതാണ് പറഞ്ഞത്. ലൊക്കേറ്റഡ് മസിൽസ് ആണ്, ലൊക്കേറ്റഡ് ഓൺ ദ തൈ. പിന്നെ റിനോസ്കോപ്പ്. ഇത്രയുമാണ് പറഞ്ഞത്. ഇത് 10 എണ്ണം ഉണ്ട്. 10 എണ്ണം ഉണ്ടോ ഒന്ന് നോക്കാനാ പറഞ്ഞത് നിങ്ങളോട്. ഉണ്ടോ? ഓക്കെ. ആരെങ്കിലും എഴുതാത്തതുണ്ടോ ഇതിലേതെങ്കിലും? പറഞ്ഞു തന്നതിനകത്ത് എന്തായാലും എക്സാംസിന് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് അതാണ് ഞാൻ എടുത്തെടുത്ത് വീണ്ടും പറയുന്നത്. അത് വിട്ടുപോകരുത്. അത് എളുപ്പം പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നിങ്ങൾക്ക് തരുന്നതും. എല്ലാം ഒട്ടും പഠിക്കാനും പറ്റില്ല. ഇത് ഒത്തിരി ഉണ്ട്. ഇപ്പൊ ഈ പ്രിഫിക്സുകൾ തന്നെ 127 എണ്ണം ഉണ്ട്. 127 എണ്ണം പ്രിഫിക്സ് മാത്രമായിട്ട്. അപ്പൊ പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് അതിന്റെ സഫിക്സ് കൂടി വരുമ്പോ എത്ര എണ്ണം അറിയാലോ. അപ്പൊ അത്രയും തന്നെയൊക്കെ അതും ഉണ്ടാകും. അതുകൊണ്ടാണ് പറയണത്. ഇനി ഇതിനകത്ത് നമുക്ക് പ്രിഫിക്സ് അപ്പുറത്തെ പേജിൽ ബാക്കിയുണ്ട്, അതുകൂടി നോക്കാം. നോക്കാം കേട്ടോ. 127 എണ്ണം ഉണ്ട്. അതായത് 116 മുതൽ 117, 127 വരെ ബാക്കിയുള്ളത് കൂടി നോക്കാം. അടുത്ത ഏതാണ് നോക്കിയത്? അടുത്ത വേർഡ് ഏതാ? SCLERO എന്നാണ് കേട്ടോ. സ്ക്ലെറോ. അത് S ആണ്, D അല്ല ആദ്യം കിടക്കുന്നത്. ഹാർഡ് റിലേറ്റിംഗ് ടു ദ സ്ക്ലെറ, അതാണ് SCLERO. ആ വേർഡ് ഒന്ന് തിരുത്താം. അവിടെ D ആണ് ആദ്യം കിടക്കുന്നത്. അതൊന്ന് തിരുത്തി എഴുതാട്ടാ. S ആക്കാം. അതിന്റെ മീനിങ്, അതിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സ്ക്ലെറോസിസ്, SCLELORSIS, സ്ക്ലെറോസിസ് എന്ന് പറയുന്നതാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. അത് എന്ന് പറയുന്നത് നമ്മളുടെ ടിഷ്യൂ ഹാർഡനിങ്, ആ ഒരു പ്രോസസ്സിനെയാണ് സ്ക്ലെറോസിസ് എന്ന് പറയുക. ഇതൊരു രോഗമാണല്ലോ. അപ്പൊ ടിഷ്യൂ ഹാർഡൻ ആകുക എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എന്താ പറയാ, പരുക്കനാകുക, ഹാർഡാകുക എന്ന് പറയും. അതിനെയാണ് ആ ഒരു പ്രിഫിക്സ് ചേർത്തിട്ട് സ്ക്ലെറോസിസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് സെമി, ഹാഫ് ഓർ പാർഷ്യൽ. നമുക്കറിയാലോ പകുതി. സെമി സർക്കിൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പകുതി എന്നാണ് അർത്ഥം. അതങ്ങനെ പഠിച്ചാൽ മതി, വേറെ വേർഡ് ഉപയോഗിക്കേണ്ട. അടുത്ത സബ്, അണ്ടർ, സംവാട്ട്, അതും അങ്ങനെ തന്നെ മതി.
അടുത്ത സൂപ്പർ. സൂപ്പർ എന്താ? എബവ്, അബാൻഡഡ്, മോർ ദാൻ, നോർമൽ എന്നൊക്കെ പറയാം അല്ലെ. സൂപ്പർ ആണ്, എബവ് കുറച്ച് അധികം, നോർമലിനേക്കാളും കുറച്ച് കൂടുതൽ എന്നൊക്കെയാണ്. സുപ്ര, അതും അത് എബവ് എന്ന് പറയുന്ന മീനിങ്. അപ്പൊ സൂപ്പർ ആയാലും സൂപ്രായ ആയാലും രണ്ടും ഒരേ മീനിങ് ഫുൾ ആയിട്ടുള്ളതായതുകൊണ്ട് അത് അങ്ങനെ പഠിച്ചു വെക്കാം. അടുത്തത് ടാക്കി, TACHY. ടാക്കി മീൻസ് സ്പീഡി എന്നാണ്. അതിന് എഴുതണം കേട്ടാ, ടാക്കി കാർഡിയ. ടാക്കി കാർഡിയ എന്ന് പറയുന്ന എക്സാമ്പിൾ എഴുതാം. ടാക്കി എന്ന് പറയുന്ന വേർഡിന് ടാക്കി കാർഡിയ. ടാക്കി കാർഡിയന്റെ മീനിങ് എഴുതിക്കോ. റെസ്റ്റിംഗ് റേറ്റ് above, resting rate above 100 BPM. Resting rate above 100 BPM. എന്താ BPM? BPM അതിന്റെ ഫുൾ ഫോം എന്താ? ഹാർട്ട് ബീറ്റിലെ ബീറ്റ് പെർ മിനിറ്റ് ആണ് കേട്ടോ. BPM-ന്റെ അവിടെ ഒരു ഫുൾ ഫോം എഴുതി വെച്ചേക്കാം. അതായത് എന്താ പറയാ, ഹാർട്ട് ബീറ്റിലെ അത് റെസ്റ്റ് ചെയ്യുന്നത് 100 ബീറ്റ് പെർ മിനിറ്റ്. അതിനേക്കാളും കുറച്ച് കൂടുതലാകുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ടാക്കി കാർഡിയ എന്ന് വിളിക്കുക. ടാക്കി കാർഡിയയുടെ മീനിങ് തന്നെയാണ് എന്താ പറയാ, സ്പീഡി, ഭയങ്കര സ്പീഡായിട്ട്. BPM 100 BPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ബീറ്റ് പെർ മിനിറ്റ് എന്നർത്ഥം. ഒരു മിനിറ്റില് 100 ബീറ്റ്. എഴുതിയോ? ഓക്കെ. അടുത്തത് എന്താ പറയാ, തെർമ്, THERM, ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടതാണ്. തെർമോമീറ്റർ അല്ലെ, നമ്മൾ അറിയാം, നമുക്ക് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. അടുത്തത് തൊറാക് /O, തൊറാക് THORAC/O ആണ്, വിച്ച് ഈസ് റിലേറ്റിംഗ് ടു ദ ചെസ്റ്റുമായിട്ട്, നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ പഠിച്ചാൽ മതി. ട്രാൻസ് ടു ദ അതർ സൈഡ്, ട്രാൻസ്പ്ലാന്റേഷൻ, മറ്റ് അവിടേക്ക് മാറ്റുക എന്നൊക്കെയാ. ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ടല്ലോ ഒരാളുടെ വേറൊരു സ്ഥലത്ത്, അതായത് ടു ദ അതർ സൈഡ് ആണ്. അങ്ങനെ പഠിച്ചാൽ മതി. TRI, ട്രൈ മീൻസ് 3 എന്നാണ് അർത്ഥം. ട്രൈ, ട്രിപ്പിൾ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാമല്ലോ. അപ്പൊ ട്രൈപോഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. TRI, ട്രിപ്പിൾ എന്നുള്ളത് അല്ലെങ്കിൽ 3 എന്ന് മീനിങ് വരുന്നതാണ്. UNI, യൂണിസെല്ലുലാർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഒരു സെല്ല് മാത്രമുള്ളത്, ഏകകോശ ജീവി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ. യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അപ്പൊ യൂണി മീൻസ് 1 എന്നാണ് അർത്ഥം, ഒന്ന്, ഒറ്റ. അടുത്ത VAS/O ആണ്, വെസൽ. വെസൽ എന്ന് പറയുന്ന ആ വേർഡിനെ സൂചിപ്പിക്കാനായിട്ട് മെഡിക്കൽ ടെർമിനോളജിയിൽ ഉപയോഗിക്കുന്ന മീനിങ് ഇതാണ്, വെസൽ ആണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾക്ക് പഠിക്കാനുള്ള പ്രിഫിക്സുകൾ. ഈ പേജിൽ നമ്മൾ ആകെ 2 ആണ് എക്സാമ്പിൾ പറഞ്ഞതും അതിന്റെ എന്താ പറയാ എക്സ്പ്ലനേഷനും പറഞ്ഞത്. ഏതൊക്കെയാണ് ആ 2? ഏറ്റവും ആദ്യം പറഞ്ഞ സ്ക്ലെറ, പിന്നെ അടുത്തത് പറഞ്ഞത് ടാക്കി, അതല്ലെങ്കിൽ സ്പീഡി എന്ന് മീനിങ് വരുന്ന ടാക്കി കാർഡിയ. ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു ബാക്കി വരുന്ന 127-ാമത്തേൽ വരെയുള്ളതിൽ പറഞ്ഞ എന്താ പറയാ പ്രിഫിക്സ്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രിഫിക്സുകൾ നിങ്ങൾ ഒന്ന് എന്താ പറയാ മനസ്സിലാക്കി പഠിച്ചു വെക്കണം. കാരണം അതിന്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ തന്നത് അത് അങ്ങനെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം നോക്കിയേ, അത്രയും വരെ ഒന്ന് പഠിച്ചാൽ തുടങ്ങി അവിടെ വരെ ഒന്ന് വേഗം നോക്ക്.
കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സഫിക്സുകൾ കൂടി നോക്കാം. കുറച്ച് ഈ ഒരു പേജ് തീർക്കാമല്ലോ. അപ്പൊ പേജ് വെച്ചിട്ട് നമുക്ക് തീർക്കാം. അടുത്ത സഫിക്സ് ആണ്. എന്താണ് സഫിക്സ് എന്നാ നമ്മൾ പറഞ്ഞത്? സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് സഫിക്സ്? യൂസിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ്. വേർഡ് പാർട്സ് വിച്ച് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് എ റൂട്ട് വേർഡ്, അല്ലെ? റൂട്ട് വേർഡിന്റെ എൻഡില് നമ്മൾ ചേർക്കുന്ന എന്താ പറയാ വേർഡ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ്, അതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് മെഡിക്കൽ ടെർമിനോളജിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് സഫിക്സുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം, അതിന്റെ മീനിങ്സും. അടുത്തത് ആദ്യത്തേത് ആൽജിയ ആണ്. ALGIA. റിലേറ്റിംഗ് ടു പെയിൻ ആണ് കേട്ടോ. ആൽജിയ എന്ന് പറയുന്നത് വിച്ച് ഈസ് റിലേറ്റിംഗ് ടു പെയിൻ ആണ്. അത് പെയിൻ ഇൻ ദ മസിൽസ്, അതാണ്. ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. ആൽജിയ, അതിന്റെ മീനിങ് റിലേറ്റിംഗ് ടു പെയിൻ. അതിന്റെ നേരെ എഴുതി വെക്കാം. അതിനുള്ള ഒരു എന്താ പറയാ മെഡിക്കൽ ടേം ഉപയോഗിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് മയാൽജിയ. MYALGIA. മയാൽജിയ, ദാറ്റ് മീൻസ് വിച്ച് ഈസ് ദ പെയിൻ റിലേറ്റിംഗ് ടു മസിൽസ്. മസിലിന്റെ പെയിനിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. MYALGIA. ഓക്കെ, അടുത്തത് ഏതാ? ASTHEN/O. ASTHEN/O ആണ്. ഫീബിൾനെസ് ആണ് കേട്ടോ. ഫീബിൾനെസ്, അതിന്റെ മീനിങ് മാത്രം പഠിച്ചാൽ മതി, നമുക്ക് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫീബിൾനെസ് അല്ലെങ്കിൽ വീക്ക്നെസ് ഒക്കെയാണ്, അത്രയും പഠിച്ചാൽ മതി. അടുത്ത ബ്ലാസ്റ്റ് ആണ്. ലാസ്റ്റ് ചേർന്ന വാക്കാണ് കേട്ടോ. ലാസ്റ്റ് ആണ് ഈ കഷ്ണം ചേർക്കുന്നത്. വേർഡിന്റെ ഒപ്പം ലാസ്റ്റ് ആണ്. അതിന് മയാൽജിയ പറഞ്ഞത്. MY ആദ്യം ചേർത്തു, ALGIA ലാസ്റ്റ് ആണ് ചേർത്തത്, അതുകൊണ്ട് സഫിക്സ് ആയത്. ബ്ലാസ്റ്റ് ആണ്. ഇമേച്വർ സെൽ ആണ്. ഇമേച്വർ സെല്ല്, ബ്ലാസ്റ്റ്. ബ്ലാസ്റ്റ് ആണ് വരുന്നത്. അടുത്തത് ബ്ലാസ്റ്റ് കഴിഞ്ഞിട്ട് CELE, സെലി, റിലേറ്റിംഗ് ടു എ ട്യൂമർ ഓർ സ്വെല്ലിംഗ്. തടിപ്പ് അല്ലെങ്കിൽ ട്യൂമർ, മുഴ, ഇതൊക്കെയാണ് കേട്ടാ. മുഴ, അതാണ് നമ്മളുടെ ട്യൂമർ എന്ന് വിളിച്ചാൽ. അപ്പൊ CELE എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ട്യൂമർ ഓർ സ്വെല്ലിംഗ് ആണ്. അടുത്തത് CENTESIS, സെന്റസിസ്. അത് റിലേറ്റിംഗ് ടു എ പ്രൊസീജിയർ ഇൻ വിച്ച് ആൻ ഓർഗൻ ഓർ ബോഡി ക്യാവിറ്റി ഈസ് പങ്ക്ച്വേർഡ് ഓഫൺ ടു ഡ്രെയിൻ സർപ്ലസ് ഫ്ലൂയിഡ് ഓർ ടു ഗെറ്റ് എ സാമ്പിൾ ഫോർ അനാലിസിസ്. അതായത് ഒരു പ്രൊസീജിയർ ആണത്. ഒരു ഏതെങ്കിലും ബോഡിയിൽ എന്താ പറയാ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗൻ പാർട്ടിൽ നമുക്ക് എന്താ പറയാ ക്യാവിറ്റി പങ്ക്ചർ ചെയ്തിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും സർപ്ലസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എടുക്കാൻ വേണ്ടിയിട്ടേ, അനാലിസിസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും രോഗത്തിന്റെ നിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് അങ്ങനെ ഡ്രെയിൻ ചെയ്ത് എടുത്തിരിക്കുന്ന ആ ഒരു സ്ഥലം, അതിന്റെ ഒരു പ്രൊസീജിയറിന്റെ അതാണ് അതിന്റെ മീനിങ് ആയിട്ട് വരിക. CENTESIS. അതൊന്നും നമുക്ക് എഴുതി വെക്കാം, എഴുതി വെച്ചേക്ക് കേട്ടാ. അതിനുപയോഗിക്കുന്നത് അംനിയോസെന്റിസിസ് ആണ്. അംനിയോസെന്റിസിസ്. സർജിക്കൽ പങ്ക്ചർ യൂസിങ് എ നീഡിൽ. നീഡിൽ ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പ്രോസസ്. ടു റിമൂവ് അംനിയോട്ടിക് ഫ്ലൂയിഡ് ഫോർ സാമ്പിളിംഗ്. സാമ്പിൾസ് എടുത്ത് എന്താ പറയാ എന്തെങ്കിലും ടെസ്റ്റിന് വേണ്ടിയിട്ടോ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടോ ഒക്കെ എടുക്കുന്നതാണ്. അതിനെ ആ ഒരു നീഡിൽ ഉപയോഗിച്ച് എടുക്കുന്ന പ്രോസസ്. ആ പ്രോസസ്സിനെയാണ് പറയണേ.
പ്രോസസ്സിന്റെ പേരാണ് ആംനിയോസെന്റസിസ്. എഴുതിയോ? ആംനിയോസെന്റസിസ് എന്ന് എഴുതിയോ? അതിന്റെ മീനിങ് എഴുതിയോ? സർജിക്കൽ പങ്ക്ചർ യൂസിങ് എ നീഡിൽ. സർജിക്കൽ പങ്ക്ചർ യൂസിങ് എ നീഡിൽ ടു റിമൂവ് amniotic fluid. To remove amniotic fluid for sampling. Okay, at the site CYTE, site which is relating to cell. സെല്ലുമായി ബന്ധപ്പെട്ടത് സൈറ്റ്. നമ്മൾ നേരത്തെ ഒരു ഇതിനു മുമ്പ് ഒരെണ്ണം പഠിച്ചിരുന്നു, ലൂക്കോസൈറ്റിസിസ് എന്ന് പഠിച്ചിരുന്നു അല്ലെ. ലൂക്കോസൈറ്റിസിസ് പഠിച്ചതുപോലെ തന്നെ ഇത് ലൂക്കോസൈറ്റ് ആണ്. ലൂക്കോസൈറ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. വൈറ്റ് ബ്ലഡ് സെൽസ് തന്നെയാണ് WBC. സൈറ്റ് സെല്ലാണ് അതിന് മീനിങ്. ലൂക്കോസൈറ്റിസിസ് എന്നുള്ളതിന് മാറ്റി ലൂക്കോസൈറ്റ് എന്ന വേർഡാണ് ഉപയോഗിക്കുക. ലൂക്കോസൈറ്റിന്റെ മീനിങ് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ എക്സ്പ്ലനേഷൻ WBC, വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അടുത്തത് എക്ടോമി, ECTOMY, അതായത് സർജറിയിൽ കൂടി എന്തെങ്കിലുമൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഉള്ളതാണ് ECTOMY, എക്ടോമി. ഗ്യാസ്ട്രക്ടോമി, അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കണേ. ഗ്യാസ്ട്രക്ടോമി എഴുതി വെക്കാം. ഗ്യാസ്ട്രക്ടോമി, ഗ്യാസ്ട്രക്ടോമി, GASTRECTOMY, ഗ്യാസ്ട്രക്ടോമി. സർജിക്കൽ റിമൂവൽ ഓഫ് എനി പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചില സാധനങ്ങളൊക്കെ മുറിച്ച് മാറ്റുക, അതാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സഫിക്സ് ആണ് എക്ടോമി. അടുത്ത EMIA, മിയ, അതായത് റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്. റിലേറ്റിംഗ് ടു സബ്സ്റ്റൻസ് ഇൻ ബ്ലഡ്, ബ്ലഡിലുള്ള എന്തോ സബ്സ്റ്റൻസ്. അതിന് നമ്മൾ പറയുന്ന പേര്, ഒരു സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള വാക്ക് തന്നെയാണ് അനീമിയ അല്ലെ. ആ ഒരു എക്സാമ്പിൾ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്, അനീമിയ. അനീമിയ എന്താണ്? അനീമിയ എക്സ്പ്ലനേഷൻ, ലാക്ക് ഓഫ് വിത്തൗട്ട് സഫിഷ്യന്റ്ലി ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്. അതായത് നമ്മുടെ ശരീരത്തില് ആവശ്യത്തിന് റെഡ് ബ്ലഡ് സെൽസിന്റെ ഇത് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, അനീമിയ. എഴുതി വെക്കുക. ലാക്ക് ഓഫ്, അതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഒന്ന് പഠിച്ചു വെക്കുക. ലാക്ക് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ ദ ബ്ലഡ്. ലാക്ക് ഓഫ് RBC എന്ന് എഴുതിയാൽ മതി. ലാക്ക് ഓഫ് RBC ഇൻ ബ്ലഡ്, ചുവന്ന രക്തകോശങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, അതാണ് അനീമിയ. അപ്പൊ 8 എണ്ണം ഇപ്പൊ നമ്മൾ പറഞ്ഞത് 8 എണ്ണമാണ്. 8 എന്താ പറയാ സഫിക്സുകളാണ് ചേർന്നത്. എന്തൊക്കെയാണത്? ആൽജിയ, എന്താണ് അതിന്റെ മീനിങ്? ആൽജിയക്ക് എന്താണ് എക്സാമ്പിൾ പറഞ്ഞ ഞാൻ ഒന്ന് പറയാമോ? ആൽജിയക്ക് പറഞ്ഞ എക്സാമ്പിൾ ഇനി നിങ്ങൾ പറഞ്ഞേ. മയാൽജിയ അല്ലെ? മയാൽജിയ. പിന്നെ അതിന്റെ മീനിങ് എന്താണ്? റിലേറ്റിംഗ് ടു പെയിൻ. എന്തുമായിട്ട് പെയിൻ ആണ്? എന്ത് പെയിനെയാണ് നമ്മൾ വിളിക്കുക അതിനകത്ത്? മസിൽ പെയിൻ ആണ്. ഓക്കെ. അടുത്തത് ആസ്തൻ, അത് ഫീബിൾനെസ് ആണ്, അതായത് ടയർഡ്നെസ് അല്ലെങ്കിൽ വീക്ക്നെസ് ഒക്കെ പറയാം, അങ്ങനെ പഠിച്ചാൽ മതി. ബ്ലാസ്റ്റ്, ബ്ലാസ്റ്റ് എന്താണ്? ഇമ്മച്വർ സെല്ലാണ്. അടുത്തത് സെലി, ട്യൂമർ, സ്വെല്ലിങ്, അതൊക്കെ ആ ഒരു നീര് അല്ലെങ്കിൽ തടിപ്പ്, അബ്നോർമൽ ഗ്രോത്ത്, അതൊക്കെയാണ് പറയാ. അടുത്തത് സെന്റസിസ്, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, എന്തായിരുന്നു അത്? അമിനോസെന്റസിസ് അല്ലെ? അമിനോസെന്റസിസ്. ഓക്കെ. അടുത്തത് സൈറ്റ്, സൈറ്റിന് എന്താ പറഞ്ഞത്? ലൂക്കോസൈറ്റ്. ലൂക്കോസൈറ്റ് എന്താന്നാ പറഞ്ഞേ? വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് അല്ലെ? അടുത്തത് എക്ടോമി, എക്ടോമി എന്താണ്? ECTOMY, സർജിക്കൽ റിമൂവൽ ആണ് അല്ലെ? ഓക്കെ. അടുത്തത് EMIA, എന്താണ് അതിന് എക്സാമ്പിൾ പറഞ്ഞേ? അനീമിയ. അനീമിയയുടെ അർത്ഥം എന്താ പറയാ? അതിന്റെ ലാക്ക് ഓഫ് ബ്ലഡ്
റെഡ് ബ്ലഡ് സെൽസ് ആണ് അല്ലെ. ലാക്ക് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, RBCയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു വിളർച്ചാ രോഗം, അതാണ് എന്താ പറയാ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മള് ഇന്ന് പഠിച്ചത് 8 സഫിക്സുകൾ കൂടിയിട്ടാണ് പഠിച്ചത്. ഒന്ന് വേഗം ഒന്ന് നോക്കിയേ, എടുത്ത് പറഞ്ഞത് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, കഴിഞ്ഞില്ലേ? നമുക്കൊന്ന് നമ്മൾ വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്നും എഴുതിയിട്ടില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം എഴുതാം. എല്ലാം കൂടി ഒരുമിച്ച് പറയണ്ടല്ലോ, പറയണോ? അങ്ങനെ നിർബന്ധമുണ്ടാ? ആ, ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. കഴിഞ്ഞ ഈ ഒരു ചാപ്റ്ററിന്റെ തുടങ്ങിയപ്പോ നമ്മൾ ഇതിൽ നിന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതിയില്ല. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങൾ അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് വെക്കുക കേട്ടോ. എഴുതിക്കോ. What is the meaning of the prefix? What is the meaning of the prefix? A കഴിഞ്ഞിട്ടൊരു ഹൈഫൻ ഇടുക, കോമ, ആൻ കഴിഞ്ഞിട്ടൊരു ഹൈഫൻ ഇടുക. എയും ആനും രണ്ടും ഒരേ മീനിങ് വരുന്ന പ്രിഫിക്സുകളാണ് എ, കോമ, ആൻ കേട്ടാ. അടുത്തത്, give an example for the prefix angio, ANGIO. Give an example for the prefix angio. എഴുതിയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. What is the meaning of the prefix blast? BLAST, blast. Next one, which is the prefix used to identify? Which is the prefix used to identify belonging to eyelid? ഐലിഡുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് അർത്ഥം വരുന്നതിനെ സൂചിപ്പിക്കുന്ന പ്രിഫിക്സ് ഏതാണെന്നാണ് ചോദ്യം. അടുത്തത്, belonging to heart, HEART, belonging to heart is the meaning of the prefix dash. Meaning of the prefix dash.
അടുത്തത് CYANO/O ആണ് ട്ടാ. Cyano, CYANO/O is a prefix to depict 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 dash. Cyano എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്ന പ്രിഫിക്സ് ആണ്, എന്തിനെ സൂചിപ്പിക്കുന്ന പ്രിഫിക്സ് ആണെന്നാണ് ട്ടോ ചോദ്യം. ചോദ്യം മനസ്സിലാക്കി ആൻസർ ഏതെന്ന് തിരഞ്ഞെടുക്കാം. Dermatologist is an example. Dermatologist is the example for the prefix dash. For the prefix dash. Next one. Expiration is an example for expiration is the example for the prefix dash and dash. Prefix dash and dash രണ്ടെണ്ണത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം അത്. Next one, gynec, GYNEC, gynec/O. Gynec/O is a prefix which means dash. അടുത്തത് leukocytes വേണമെങ്കിൽ പറയാം. leukocytes is relating to dash. Next one, which are the prefixes used? Which are the prefixes used? Which means relating to blood. അടുത്തത് melanin, MELANIN, melanin is an example which means the pigments that give its color to dash. അടുത്തത് what is the prefix used to which relates to the nervous system, relates to the nervous system, NERVOUS, nervous system.
ഓക്കെ, നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ട് വരാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഓക്കെ, അടുത്ത ദിവസം കാണാം. ബൈ.